السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ പ്രോഗ്രാമിന്റെ സംഘാടകരായ സഹപ്രവർത്തകരെ, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് സംസാരിക്കാൻ, നമ്മുടെ ഈമാനിനെ പരിപോഷിപ്പിക്കാൻ ഒരവസരം കൂടെ ഒത്തിണങ്ങി വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ക്ലാസുകളും അനുദിനം ഓൺലൈനായും ഓഫ്ലൈനായും കേൾക്കാനും അറിയാനുമുള്ള അവസരമുള്ള കാലത്താണ് നാം ജീവിക്കുന്നത്. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സദസ്സുകൾ വെറും ഒരു ശ്രവണമായി ഒതുങ്ങിക്കൂടാ. മറിച്ച് സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമാകാനുള്ള നിരവധി കാരണങ്ങളിൽ ഒരു കാരണമാണ് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള പരിജ്ഞാനം നേടിയെടുക്കുക എന്നത്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമിന്റെ പാതയിൽ ആരെങ്കിലും ഇറങ്ങിപ്പുറപ്പെട്ടാൽ അതു കാരണത്താൽ സ്വർഗത്തിലേക്കുള്ള അവന്റെ വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. ആദം നബി മുതൽ അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞ മതമാണ് ഇസ്ലാം. മുൻവേദങ്ങളിൽ പരാമർശമുണ്ട് അന്തിമദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചതും വളർന്നതും എല്ലാം മക്കയുടെ ഗ്രാമാന്തരീക്ഷങ്ങളിലാണ്, ആ നാട്ടുകാർക്കിടയിലാണ്. എന്നിരുന്നിട്ട് പോലും ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത പ്രവാചകനെ അനുഭവിച്ച് മനസ്സിലാക്കി അറിഞ്ഞ അവർ ഇസ്ലാമിലേക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷണിച്ച സാഹചര്യത്തിൽ അവർ നിഷേധിക്കുകയും കളവാക്കുകയും പ്രവാചകനും അനുയായികൾക്കുമെതിരെ ആരോപണങ്ങളും മർദ്ദനങ്ങളും അഴിച്ചുവിടുന്ന ചരിത്രമാണ് നാം വായിക്കുന്നത്. ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളും പ്രതിലോമ മുന്നേറ്റങ്ങളും എല്ലാം ഉണ്ടായിട്ടും, കൊലവിളികളും അക്രമങ്ങളും ബഹിഷ്കരണങ്ങളും എല്ലാം ഉണ്ടായിട്ടും എങ്ങനെ ഇസ്ലാം പടർന്നു പന്തലിച്ചു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, നിങ്ങൾ ഈ വിശുദ്ധ ഖുർആനിനെ കേൾക്കരുത്, മനസ്സിലാക്കരുത്, കാതോർക്കരുത് എന്ന് പറഞ്ഞതിന് വിരുദ്ധമായി കേൾക്കുകയും മുഹമ്മദിന് ഭ്രാന്താണെന്നും അവൻ പറയുന്നത് കെട്ടുകഥയാണെന്നും എവിടെ നിന്നോ കിട്ടിയ വാറോലയാണ് എന്നും ഏതോ ഒരു ജിന്ന് ബാധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നുമുള്ള ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് വിശാലമായി ഹൃദയം കൊണ്ട് ചിന്തിക്കുവാൻ, കാതുകൊണ്ട് കേൾക്കുവാൻ, വിഷയങ്ങളെ മനസ്സിലാക്കുവാൻ മക്കയിലെ സാധുക്കളായ ജനങ്ങൾ പരിശ്രമിച്ചപ്പോഴാണ് ലക്ഷോപലക്ഷം വരുന്ന അനുയായികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായത്. ഇന്നും ലോകം ഒന്നടങ്കം ഇസ്ലാമോഫോബിയ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ബഹുഭൂരിഭാഗം വരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ വെബ്സൈറ്റുകൾ ഉണ്ടാക്കി പലവിധ ആശയങ്ങൾ ചമഞ്ഞ് മുസ്ലിം നാമധാരികളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പറഞ്ഞയച്ച് അവിടെ ചാവേറുകളായി പൊട്ടിത്തെറിക്കുമ്പോൾ ഉയർന്നു പൊങ്ങുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മന്ത്രധ്വനികൾ കേട്ട് ഇസ്ലാം ഇതാണെന്ന്
ആളുകൾക്ക് മുന്നിൽ ചിത്രീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴും ഇസ്ലാം അതല്ലെന്നും ഇസ്ലാം സമാധാനത്തിന്റെയും ശാന്തിയുടെയും സ്വസ്ഥതയുടെയും പടച്ചറബിന്റെയും സന്ദേശമാണെന്നും മനസ്സിലാക്കി ഇന്നും ദി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ, ഏറ്റവും അധികം ലോകത്ത് പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന മതമായി ഇസ്ലാം മാറിയത്, ഇപ്പോഴും അത് ചർച്ചയാകുന്നത് 6-ാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ ഗ്രന്ഥമെന്ന് പറഞ്ഞ് ഇവിടെയുള്ള നിരീശ്വരവാദികളടക്കം ഇതിനെ കുറ്റപ്പെടുത്തുമ്പോൾ അവരുടെ യൂട്യൂബുകളുടെ നിലനിൽപ്പ് പോലും ആ 6-ാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ കിതാബിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചർച്ചകളായി മാറുകയും ലോകത്തുടനീളം ഖുർആനും പ്രവാചകന്റെ ജീവിതവും ചർച്ചയായി മാറി ലോകം സമാധാനം തേടി ഇസ്ലാമിലേക്ക് ഒഴുകുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനുഷ്യർ തീർത്ത അതിർവരമ്പുകളെ തല്ലിത്തകർത്ത് അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് കാതോർക്കാൻ ആർ മനസ്സ് കാണിക്കുന്നുവോ അവർക്ക് ഹിദായത്ത് ലഭിക്കും എന്ന വലിയ സന്ദേശമാണ്. അതെന്റെ വാക്കല്ല, വിശുദ്ധ ഖുർആനിന്റെ വാക്കാണ്. ഫബശ്ശിർ ഇബാദ് الذين يستمعون القول فيتبعون احسنه اولئك الذين هداهم الله واولئك هم اولو الالباب. എന്റെ ദാസന്മാർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. എന്താണ് അവരുടെ പ്രത്യേകത? അവർ അള്ളാഹുവിന്റെ വാക്കുകൾക്ക് കാതോർക്കുന്നവരാണ്. അതുകൊണ്ട് ഈ പരിസരത്ത് ഈ പ്രോഗ്രാമിന്റെ ക്ഷണം കിട്ടിയ ധാരാളം ആളുകളുണ്ട്. ഈ പരിസരത്തുള്ള കുടുംബങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ നാട്ടുകാരായ നിങ്ങളുടെ സഹപ്രവർത്തകർ, നിങ്ങളുടെ കൂടെ പഠിച്ചവർ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഏക ലക്ഷ്യം മാത്രമാണ്. നാം എല്ലാവരും മനസ്സിൽ കൊണ്ടു നടക്കുന്ന വലിയ സ്വപ്നമാകുന്ന സ്വർഗത്തിലേക്ക് എത്താനുള്ള വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക സുന്നത്തിന്റെയും ശരിയായ വഴിയിൽ തന്നെയാണോ നമ്മൾ ഉള്ളത്? അതല്ല നമുക്ക് പരമ്പരാഗതമായി വല്ല വ്യതിചലനവും സംഭവിച്ചിട്ടുണ്ടോ? സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നാം എവിടേക്കെങ്കിലും മാറി സഞ്ചരിക്കുന്നുണ്ടോ? നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ചില തേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരിയായ സ്വർഗത്തിന്റെ പാതയിൽ നിന്ന്, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വ്യതിചലിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന ആത്മപരിശോധനയ്ക്ക് വേണ്ടിയും പരസ്പരം ഉണർത്താൻ വേണ്ടിയും പരസ്പരം ഉപദേശിക്കാൻ വേണ്ടിയും പരസ്പരമുള്ള സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, ആ ഗുണകാംക്ഷയുടെ നസീഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ ഒരു പ്രോഗ്രാം ഈ പ്രദേശത്തെ സാധുക്കളായ ജനങ്ങൾ ഇല്ലാത്ത പണമുണ്ടാക്കി, ഇല്ലാത്ത സമയം മാറ്റിവെച്ച് ഇങ്ങനെ ഒരു വേദി കെട്ടി ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഇവിടെ സംസാരിക്കുന്ന ഓരോരുത്തരും ആ ഒരു ഉത്തരവാദിത്വത്തോടുകൂടെ തന്നെ ഇവിടെ ഇരിക്കുന്നവരുടെ സമയത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഇത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു മാറ്റത്തിന് ഞാൻ കാരണക്കാരനായാൽ, ഏതെങ്കിലും ഒരു നന്മ ആ ഹൃത്തടത്തിലേക്ക് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയാൽ, ഒരു നന്മ പഠിപ്പിച്ചു കൊടുത്താൽ അത് പ്രവർത്തിക്കുന്നവൻ ലഭിക്കുന്ന അതേ പുണ്യം ലഭിക്കുമെന്ന ആ അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ് കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ പ്രഭാഷകന്മാർ എത്തിയത്. ദിവസങ്ങളോളം ഉള്ള നീണ്ട കഠിനാധ്വാനത്തിന്റെ ഫലമായി ഇങ്ങനെ ഒരു വേദി ഭാരിച്ച സാമ്പത്തിക ചെലവ് വഹിച്ചുകൊണ്ട് ഈ നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സാഗൂതം ശ്രദ്ധിച്ച് കേൾക്കാനും ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ള സീറ്റിലേക്ക് യാതൊരു മടിയും കൂടാതെ കടന്നിരിക്കുവാനും, ഇതെപ്പോൾ അവസാനിച്ച് പ്രാർത്ഥന ചൊല്ലി പിരിയുമോ ആ സമയം വരേക്കും മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന മഹനീയമായൊരു സദസ്സാണിതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ, അറിവിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട്, ഖുർആനിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട്, പ്രമാണത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട്, സ്വന്തം ജീവിതത്തെ വീണ്ടും വിചാരത്തിന് വിധേയമാക്കിക്കൊണ്ട് ഒരു മാറ്റത്തിനുള്ള തുടക്കമാകട്ടെ. ഈ റജബിന്റെ അവസാനത്തിൽ പുണ്യമാക്കപ്പെട്ട ശഅബാനിലേക്ക് കടക്കാനിരിക്കുന്ന അതിന്റെ ആദ്യ ഭാഗത്ത്, അതും കഴിഞ്ഞാൽ ഒരു മഹത്തായ പടച്ചറബിന്റെ സൗഭാഗ്യമായ തൗഫീഖാകുന്ന റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കും മുമ്പ് ഒരു നല്ല ഒരുക്കത്തിന്, ഒരു നല്ല മാറ്റത്തിന്, ഒരു നല്ല വീണ്ടും വിചാരത്തിന് ഈ പ്രോഗ്രാം ഒരു നിമിത്തമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ലോകം കണ്ട മഹാപണ്ഡിതനാണ് ഇമാം ഇബ്നു ജരീർ അത്തൊബരി റഹിമഹുല്ലാഹ്. അദ്ദേഹം പ്രായം 80 കഴിഞ്ഞിട്ടും യുവാക്കളെ വെല്ലുന്ന ആരോഗ്യമായിരുന്നു അദ്ദേഹത്തിന്. ആളുകൾ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് താങ്കളുടെ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം? അദ്ദേഹം പറഞ്ഞു, എന്റെ യൗവനവും എന്റെ ബാല്യവും എന്റെ യൗവനവുമെല്ലാം ഞാൻ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ വിനിയോഗിച്ചപ്പോൾ എന്റെ വാർദ്ധക്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തു എന്നതാണ്. സഹോദരന്മാരെ,
നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തമാണ് നമുക്ക് ആരോഗ്യമുള്ള സമയം, നമുക്ക് യൗവനമുള്ള സമയം. അതുകൊണ്ട് തന്നെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യഹ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ വരും മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. 5 കാര്യം വരും മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതിൽ ഒന്നാമത്തത് എന്താണ്? ശബാബക ഖബ്ല ഹറമിക, നിനക്ക് വാർദ്ധക്യം വരും മുമ്പ് പടച്ച റബ്ബ് അനുഗ്രഹമായി നൽകുന്ന നിന്റെ ആ യൗവനത്തെ നീ പരമാവധി ഉപയോഗപ്പെടുത്തണം. സിഹ്ഹതക ഖബ്ല സഖമിക, രോഗം വരും മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണം. ഫറാഗക ഖബ്ല ശുഗ്ലിക, നിന്റെ തിരക്ക് പിടിച്ച സാഹചര്യം വരും മുമ്പ് നിനക്ക് കിട്ടുന്ന ഒഴിവ് സമയത്ത് നീ ദീനിന് വേണ്ടി വിനിയോഗിക്കണം. ഗിനാക ഖബ്ല ഫഖരിക, നിനക്ക് ദാരിദ്ര്യം വരും മുമ്പ് നിനക്ക് ധന്യതയുള്ള നിന്റെ കയ്യിൽ സമ്പത്തുള്ള ആ ഒരു സമയത്ത് നീ പരമാവധി ഉപയോഗപ്പെടുത്തണം. അവസാനം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഏറ്റവും വലിയ അവസരം അതിവിടെ ഇരിക്കുന്ന കുട്ടികൾക്കുണ്ട്, യുവാക്കൾക്കുണ്ട്, മധ്യവയസ്കന്മാർക്കുണ്ട്, വാർദ്ധക്യത്തിലെത്തിയ മുഴുവൻ ആളുകൾക്കുമുണ്ട്. ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും അവർക്കെല്ലാവർക്കും കിട്ടിയ ഒരു സമയമാണ് ഹയാതക ഖബ്ല മൗതിക, നിന്റെ ജീവിതം അത് മരണത്തിന് വഴിമാറും മുമ്പ് ജീവിച്ചിരിക്കുന്നു എന്നതൊരു അവസരമാണ്. എന്തിനുള്ള അവസരമാണ്? പണമുണ്ടാക്കാൻ, വീട് നിർമ്മിക്കാൻ, ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കാൻ, മരിക്കും മുമ്പ് സമൂഹത്തിൽ വലിയൊരു സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ, നാടിലും നഗരങ്ങളിലും അറിയപ്പെടുന്ന ഒരു ഫാൻ ബേസ് ഉള്ള ഒരു അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസറായി മാറാൻ. അതിനുള്ളതാണോ? അതെല്ലാം ഉണ്ടാകട്ടെ, ഉണ്ടാകാതിരിക്കട്ടെ. ഹയാതക ഖബ്ല മൗതിക, നിന്റെ മരണം വരും മുമ്പ് നിന്റെ ജീവിതത്തെ പരമാവധി നീ പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. കാരണം നരകത്തിൽ വെച്ച് മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്താണ്? അഖ്രിജ്നാ നഅമൽ സാലിഹാ, അല്ലാഹുവേ പുണ്യം പ്രവർത്തിക്കാൻ ഈ നരകത്തിൽ നിന്ന് പുറത്തേക്ക് വിടുമോ? പുണ്യം പ്രവർത്തിക്കാൻ ഈ നരകത്തിൽ നിന്ന് പുറത്തേക്ക് വിടുമോ? എപ്പോഴാണ് ചോദിക്കുന്നത്? ദുനിയാവിൽ ജീവിച്ചപ്പോൾ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും കേട്ടപ്പോൾ ലാഘവത്തോടെ തള്ളിക്കളഞ്ഞ വ്യക്തികൾ പരലോകത്ത് നരകത്തിന്റെ കഠിനമായ ചൂട് സഹിക്കാൻ പറ്റാതെ പടച്ച റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യം, അഖ്രിജ്നാ നഅമൽ സാലിഹാ, അല്ലാഹുവേ പുണ്യങ്ങൾ പ്രവർത്തിക്കാൻ ഈ നരകത്തിൽ നിന്ന് പുറത്തേക്ക് വിടുമോ? അല്ലാഹുവിന്റെ ചോദ്യം എന്താണ്? അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ, ചിന്തിക്കാൻ മാത്രം നിനക്ക് ഞാൻ ആയുസ് തന്നില്ലേ? ചിന്തിക്കാൻ മാത്രം ഉതകുന്ന ഒരു ആയുസ് തന്നില്ലേ? അതുപോലെ തന്നെ നദീർ, താക്കീതുകാരെ തന്നില്ലേ? ഈ ഉപദേശം ഒരു താക്കീതാണ്. വിശുദ്ധ ഖുർആൻ ഒരു താക്കീതാണ്. പ്രവാചകന്റെ ഹദീസുകൾ ഒരു താക്കീതാണ്. നിത്യവും വാട്സപ്പിലും യൂട്യൂബിലും നമുക്ക് ലഭിക്കുന്ന പ്രഭാഷണത്തിന്റെ ചെറിയ ചെറിയ ഷോർട്സുകൾ നമുക്ക് താക്കീതാണ്. നമ്മെ ബാധിക്കുന്ന രോഗങ്ങൾ താക്കീതാണ്. നമ്മുടെ താടിയും മുടിയും നരക്കുന്നത് താക്കീതാണ്. നമ്മുടെ അവയവങ്ങളിൽ സംഭവിക്കുന്ന ചില പരിക്കുകൾ അത് താക്കീതാണ്. നമ്മുടെ കൂടെയുള്ളവരുടെ മരണം താക്കീതാണ്. അങ്ങനെ ഓരോന്നും താക്കീതാണ്. നിങ്ങൾക്ക് താക്കീത് കിട്ടി, നിങ്ങൾക്ക് ആയുസ്സും കിട്ടി. അപ്പോൾ സഹോദരന്മാരെ, ഈ ആയുസ് എന്ന് പറയുന്നത് പരലോകത്ത് വിജയിക്കാനുള്ളതാണ്, സ്വർഗം നേടിയെടുക്കാനുള്ളതാണ്. ഈ ഭൗതിക ലോകത്ത് നമുക്കെല്ലാം ലഭിച്ചു. പക്ഷെ ഒരാൾക്ക് സ്വർഗം ലഭിക്കാതെയാണ് അയാൾ മരിച്ചതെങ്കിൽ അയാളുടെ അവസ്ഥ എന്താണ്? അയാൾ പരാജയപ്പെട്ടവനാണ്, അയാൾ പാപ്പരായവനാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബത്തിനോട് ചോദിക്കാൻ, സഹാബത്തെ അതദ്റൂന മൽ മുഫ്ലിസ്, ആരാണ് മുഫ്ലിസ്? സഹാബത്ത് പറഞ്ഞു, നമ്മുടെ കയ്യില്, നമ്മുടെ നാട്ടില് കയ്യിൽ ദീനാറും ദിർഹമൊന്നും ഇല്ലാത്ത, നയാ പൈസ ഇല്ലാത്ത പാവങ്ങളാണ് മുഫ്ലിസുകള്, പാപ്പരായവര്. റസൂൽ പറയാ, അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി യൗമൽ ഖിയാമ, എന്റെ ഉമ്മത്തിലെ മുഫ്ലിസ് എന്ന് പറയുന്നത് പരലോകത്ത് പാപ്പരായവരാണ്. പരലോകത്ത് പാപ്പരായവരാണ് എന്റെ ഉമ്മത്തിലെ മുഫ്ലിസുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനെ കണ്ട് കൂടെ ജീവിച്ച് സഹവസിച്ച് കഴിച്ചു കൂട്ടിയ സ്വഹാബ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താ? സ്വർഗമാണ്. മറ്റൊരു ലക്ഷ്യം അവർക്കില്ല.
നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം, അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗമാണ്. നമുക്കോ, നമുക്ക് സ്വർഗവും വേണം. അവർക്ക് സ്വർഗം മതി, നമുക്ക് സ്വർഗവും വേണം. ഇക്കണ്ട തോന്നിവാസങ്ങളെല്ലാം ചെയ്ത് ജീവിക്കുന്നതോടൊപ്പം മരണപ്പെട്ടു പോയാൽ എനിക്ക് സ്വർഗവും വേണം. എന്നാൽ സ്വഹാബത്ത് അങ്ങനെയല്ല. ഈത്തപ്പനയുടെ ഓലയിൽ കിടന്ന പ്രവാചകന്റെ ദേഹം കണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമറിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അമാ തർദാ അൻ തകൂന ലഹുമുദ് ദുനിയാ വലനൽ ആഖിറ. ഉമറേ, കിസ്റയും കൈസറും അടക്കി ഭരിക്കുന്ന ഭരണാധികാരികൾ സുന്ദരമായ കൊട്ടാരത്തിൽ അന്തി ഉറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ഉമറിനോട് റസൂലുള്ള പറയാണ്, ഉമറേ, അവർക്ക് അല്ലാഹു ദുനിയാവിലാണ് കൊടുത്തത്. ഉമറേ, നമുക്ക് അല്ലാഹു പരലോകത്താണ് ഒരുക്കി വെച്ചത്. നമുക്കല്ല പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമാ തർദാ അൻ തകൂന ലഹുമുദ് ദുനിയാ വലനൽ ആഖിറ, നമുക്കല്ലാഹു പരലോകത്ത് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നതോർത്ത് സമാധാനിച്ചുകൂടെ ഉമറേ? അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പട്ടിണി കിടന്ന് പ്രയാസങ്ങൾ സഹിച്ച് ആരോപണങ്ങൾ ഏറ്റുവാങ്ങി, ഒരുപാട് നൊമ്പരങ്ങൾ, ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് പീഡനങ്ങൾ, ഒരുപാട് ബഹിഷ്കരണങ്ങൾ, ഒരുപാട് ആരോപണങ്ങൾ എല്ലാം സഹിച്ച് മരണക്കിടക്കയിൽ കിടക്കുന്ന റസൂലിനെ കണ്ട് ഫാത്തിമ ബീവി പറയാണ്, എന്റെ പിതാവ് എന്ത് വേദനയാണ് അനുഭവിക്കുന്നത്, എന്റെ പിതാവ് എന്ത് കഷ്ടപ്പാടാണ് അനുഭവിക്കുന്നത് എന്ന് പറയുന്നത് കേട്ടപ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പൊന്നുമോളെ ഫാത്തിമ, നിന്റെ ഉപ്പയ്ക്ക് ഇന്നേ ദിവസത്തിന് ശേഷം ഇനി വേദനയില്ല മോളെ. ദുനിയാവിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ബുദ്ധിമുട്ടിയിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്. ഒരിക്കലും അർഹിക്കാത്ത, യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ നബിയിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട്. തന്നിൽ വിശ്വസിച്ച വിശ്വാസികൾ പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നത് നോക്കി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് 23 കൊല്ലത്തെ പ്രബോധന കാലഘട്ടം കഴിച്ചുകൂട്ടി 63ാമത്തെ വയസ്സിൽ റസൂലുള്ള മരിക്കുമ്പോൾ അവിടുന്ന് പറയുന്നത്, പൊന്നുമോളെ ഫാത്തിമ, ഇന്നേ ദിവസത്തിന് ശേഷം ഇനി ഉപ്പക്ക് വേദനയില്ല മോളെ. അല്ലാഹുവിന്റെ റസൂൽ എല്ലാം സഹിച്ചു, ക്ഷമിച്ചു. എന്തിനു വേണ്ടി? സ്വർഗത്തിന് വേണ്ടി. സ്വഹാബ എല്ലാവരും തന്നെ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗമാണ്. അവരും ഒരുപാട് കഷ്ടപ്പെട്ടു, പീഡനങ്ങൾ ഏറ്റുവാങ്ങി, ആയുധങ്ങളില്ലാതെ യുദ്ധത്തിന് പോയി, ഭക്ഷണമില്ലാതെ വയറൊട്ടിയവരായി, അതിശക്തമായ ചൂടുള്ള തബൂക്കിലും അതിശക്തമായ തണുപ്പുള്ള അഹ്സാബിലും അതിശക്തമായ പ്രതിസന്ധിയുള്ള ബദറിലും വിശ്വാസികൾ ചിതറിയോടിയ ഉഹദിലും മദീനക്ക് ചുറ്റും കിടങ്ങുകുഴിക്കുന്ന സമയത്തും അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ശക്തമായവർ നിന്നു. എന്തേ? സ്വർഗം വേണം, സ്വർഗം വേണം. അപ്പൊ ജീവിതം മൊത്തം എന്തിനുള്ളതാ സുഹൃത്തുക്കളെ? സ്വർഗത്തിന് വേണ്ടിയുള്ളതാണ്. ഇവിടെ നമുക്കെല്ലാം കിട്ടിയിട്ടും ജീവിതം കൊണ്ട് സ്വർഗം നേടാതെ മരിച്ചുപോയാൽ നാം ഒന്നും നേടാത്തവരാണ്. നാം ഒന്നും നേടാത്തവരാണ്. ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ. പാപ്പരായവർ ആരാണ്? പരലോകത്ത് സ്വന്തത്തെയും സ്വന്തം കുടുംബത്തെയും നഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണ്. ആ ലക്ഷ്യത്തിൽ എത്രത്തോളം നമ്മൾ മുൻപന്തിയിലുണ്ട്? നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി ചെയ്യുന്നുണ്ട്, അല്ലെ? നമ്മുടെ മറ്റു കാര്യങ്ങൾ നമ്മൾ ജാഗരൂകരാണ്. ജോലിക്ക് പോകുന്നുണ്ട്, കുടുംബം പോറ്റുന്നുണ്ട്, വസ്ത്രം വാങ്ങുന്നുണ്ട്, വേഷം മാറ്റുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്, അതിലെല്ലാം നമുക്ക് കൺസേൺസ് ഉണ്ട്, എല്ലാറ്റിനും നമുക്ക് ചില നിബന്ധനകളുണ്ട്, ചില നിയമങ്ങളുണ്ട്. എല്ലാം നമ്മൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. നമ്മൾ മരിച്ചാൽ അവിടെയാണ് സഹോദരന്മാരെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം. നമ്മുടെ ജീവിതം സ്വർഗത്തിനുള്ളതാണ് എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് നമ്മുടെ യൗവനത്തിനുണ്ട്. കാരണം കരുത്തിന്റെ കാലമാണ് യൗവനം. ദുർബലതയിലേക്കാണ് നമ്മുടെ ജീവിതം പോകുന്നത്. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ ثم ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ ثم ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ضعفا വശൈബ യഖ്ലുഖു മാ യശാ വഹുവൽ അലീമുൽ ഖദീർ. അല്ലാഹു നിങ്ങളെ ളഅഫ്, ബലഹീനമായ അവസ്ഥയിലാണ് സൃഷ്ടിച്ചുണ്ടാക്കിയത്. ആ ബലഹീനതയ്ക്ക് ശേഷം യൗവനമാകുന്ന കരുത്ത്. നിങ്ങൾ ആലോചിക്ക്, മനുഷ്യനല്ലാത്ത ജന്തുക്കളൊക്കെ ജനിച്ച് വീണാൽ തന്നെ അവർ സ്റ്റേബിൾ ആവും. ഒരു പതിയെ എണീറ്റ് നടക്കാൻ തുടങ്ങും.
അല്ലെ? അമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ തുടങ്ങും, അവർ സ്റ്റേബിളാണ്. എന്ന മനുഷ്യനോ ഒരുപാട് കാലം ഉമ്മയുടെയും ഉപ്പയുടെയും സംരക്ഷണം ആവശ്യമുള്ളവരാണ്, അല്ലെ? ഒന്നിനും മാത്രം പ്രായമാകുമ്പോൾ അവൻ 2 കാലിൽ എണീറ്റ് നിന്ന് എനിക്ക് ഉമ്മയെ വേണ്ട ഉപ്പയെ വേണ്ട എന്ന് പറയുമ്പോൾ നീണ്ട 18 കൊല്ലം 23 കൊല്ലം അവനെ ഈ കാണുന്ന രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് 2 പേർ കഷ്ടപ്പെട്ടതിന്റെ, വിഷമിച്ചതിന്റെ, ബുദ്ധിമുട്ടിയതിന്റെ, ഉറക്കമൊഴിച്ചതിന്റെ, അവർ ക്ലേശം സഹിച്ചതിന്റെ, ദുഃഖിച്ചതിന്റെ കഥകൾ അവൻ അറിയാതെ പോകുന്നു, അല്ലെ? മാതാപിതാക്കളുടെ സഹോദരന്മാരെ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതം ഇതര ജന്തുക്കളെ അപേക്ഷിച്ച് സ്വയം പര്യാപ്തരല്ലാത്ത അവസ്ഥയിലാണ് ആരംഭിക്കുന്നത്. അവിടെ വലിയ ക്ലേശങ്ങൾ സഹിച്ച് നമ്മുടെ പാരന്റ്സ്, നമ്മുടെ രക്ഷിതാക്കൾ നമ്മെ വളർത്തി വലുതാക്കി യൗവനത്തിലേക്ക് എത്തുമ്പോഴാണ് ഒരു വ്യക്തിയുടെ മനസ്സും ശരീരവും എല്ലാ നിലക്കും തന്നെ അത് വളർന്ന് ഒരു കൂവത്തിന്റെ ആ ഒരു അവസ്ഥയിലേക്ക്, ശക്തിയുടെ അവസ്ഥയിലേക്ക് എത്തുന്നത്. ഈ ശക്തിയുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ അതേ സമയത്താണ് നമ്മൾ നമ്മുടെ ജോലി അന്വേഷിക്കുന്നത്, ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്, 1ഉം 2ഉം 3ഉം മക്കളാകുന്നത്, വീടിനെ കുറിച്ചുള്ള ഗഹനമായ ചർച്ചകളും ആലോചനകളും അതിൽ തുടങ്ങി പിന്നീട് അതൊരു ടെൻഷനായി മാറി അതിന്റെ ഓരോ സ്റ്റെപ്പുകൾ എങ്ങനെ മുന്നോട്ട് നീക്കുമെന്ന ആശങ്കകളായി അങ്ങനെ ലൈഫ് സെറ്റിൽമെന്റ് ആക്കുന്ന സമയവും ഈ യൗവനം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഭൗതികമായ ലൈഫ് സെറ്റിൽമെന്റ് മാത്രം നടന്നാൽ പോരാ ഈ ഒരു സമയത്ത്, മറിച്ച് ഈ സമയത്തെ കുറിച്ച് പ്രത്യേകമായ ചോദ്യം പരലോകത്തുണ്ട്. വഅൻ ഉംരിഹി, നിന്റെ ആയുസ് നീ എന്തിന് ചിലവഴിച്ചു എന്ന ചോദ്യം ഉള്ളതിന് പുറമെ നിന്റെ യൗവനം നീ എന്തിന് ചിലവഴിച്ചു എന്ന് പ്രത്യേക ചോദ്യമുണ്ട്. ആമായ പ്രയോഗത്തിൽ നിന്ന് ചിലത് ഖാസ്വായിട്ട് പറയുമ്പോൾ ആ പ്രത്യേകമായി പറയുന്ന കാര്യങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ബുദ്ധിയും പൂർണ്ണമായിട്ടുള്ള ശാരീരികമായ കായികമായിട്ടുള്ള ശക്തിയുമെല്ലാം അതിന്റെ പൂർണ്ണതയിലെത്തുന്ന ആ ഒരു യൗവനം നാം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന ആ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. സഹോദരന്മാരെ, ഇന്ന് നമ്മൾ സമൂഹത്തിൽ നീറുന്ന നിരവധി സംഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലും മീഡിയകളിൽ ചർച്ചയാകുന്നത്, മിനിഞ്ഞാന്ന് കരുവാരക്കുണ്ടെന്ന് മിസ്സായി പോയ 14 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇന്നലെ അവൾ മരിച്ച നിലയിൽ, ഇന്നലെ ഇന്നോ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ്. ഒരുപാട് ദൂരെ റെയിൽപാളത്തിന് സമീപത്ത് വെച്ച് അവളുടെ 16 വയസ്സുള്ള ആൺ സുഹൃത്താണ് അവളെ ഇല്ലായ്മ ചെയ്തത് എന്നതാണ് സൂചനകൾ തെളിയിക്കുന്നത്. ആ വിഷയത്തിൽ അന്വേഷണങ്ങളും മറ്റ് ചർച്ചകളും വിശദമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ചു നോക്കൂ, എത്ര ജീവനുകളാണ് നമ്മുടെ നാട്ടിൽ പൊലിഞ്ഞത്, എങ്ങനെയാണതുണ്ടായത്? അവിഹിതമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ അത് പിന്നീട് വിട്ടുമാറ്റാൻ കഴിയാത്ത അഭേദ്യമായ ബന്ധങ്ങളായി മാറുകയും പരസ്പരം എല്ലാം പങ്കുവെക്കുകയും പിന്നീട് ഉത്തരവാദിത്വ ബോധമില്ലാതെ തനിക്ക് ആവശ്യമില്ല എന്ന് വരുമ്പോൾ ഇല്ലാതാക്കുകയും നുറുക്കിക്കളയുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ, കാഴ്ചകൾ, വാർത്തകൾ നമ്മൾ നിരന്തരമായി കാണുമ്പോൾ എവിടെയാണ് അബദ്ധം സംഭവിച്ചത്? യൗവനത്തിന്റെ പ്രായത്തിന്റെ ആ ചുറുചുറുക്കിൽ ഒരാൾക്കുണ്ടാകുന്ന ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷൻ അത് തനിന്റെ ഉള്ളിൽ നിന്നുണ്ടാകുമ്പോൾ സ്വമേധയാൽ അതിനെ ട്രീറ്റ് ചെയ്യാനും ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ടില്ലെങ്കിൽ അപകടം സംഭവിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാറി നിൽക്കാനും അതിനൊരു പ്രായമെത്തുമ്പോൾ വിഹിതമായിട്ട്, നിയമപരമായിട്ട്, ഇസ്ലാമികമായിട്ട് ദാമ്പത്യ ജീവിതം, വൈവാഹിക ജീവിതം കൈയാളാമെന്നും വിചാരിക്കുന്നതിന് പകരം ഹറാമായ വഴികൾ തേടുന്നതിന്റെ ദുരന്തങ്ങൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 16കാരൻ MDM അടിമയായിരുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു, നിയമപാലകർ അറിയിക്കുന്നു. എന്തൊക്കെയാണ് നമ്മുടെ നാടുകളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്? ചെറിയ മക്കൾ പോലും അശ്ലീല സൈറ്റുകൾക്ക് അടിമകളാണ്, പലതരത്തിലുള്ള കാഴ്ചകൾക്കും അടിമകളാണ്. ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നവർ വളരെ മോശപ്പെട്ട മാതൃകകളാണ് ഈ കുട്ടികളുടെ മുന്നിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മുടിവെട്ടാൻ, അതുപോലെ വേഷം ധരിക്കാൻ, അതുപോലെ അശ്ലീലങ്ങൾ പുലമ്പാൻ, അതുപോലെ ചെറുപ്രായത്തിൽ തന്നെ തന്റെ കൂടെ പഠിക്കുന്നവരുമായിട്ട്
അനാവശ്യമായ പ്രണയബന്ധത്തിൽ മുഴുകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ യുവാക്കളെ വിളിക്കുകയാണ് ഇസ്ലാം. ഒരു പറ്റം യുവാക്കൾ ഹറാമിലേക്ക് കുതിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീനിന് പ്രാധാന്യം കൊടുത്ത് പടച്ച റബ്ബിനെ ആരാധിച്ച് അള്ളാഹുവിനെ ഓർത്ത് കണ്ണുകൾ നിറക്കുന്ന യുവാക്കൾക്ക് അർശിന്റെ തണലുണ്ടെന്ന് പറയുമ്പോൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുകയാണ്, അർശിന്റെ തണലുണ്ടെന്ന് പറഞ്ഞ 7 വിഭാഗം ആളുകളുണ്ടല്ലോ, ആ 7 വിഭാഗം ആളുകൾ ആരാണ്? അവർ മറ്റുള്ളവർക്കില്ലാത്ത ഒരു കഴിവ് നേടിയെടുത്തവരാണ്. എന്താണ് അവർ നേടിയെടുത്ത കഴിവ്? പ്രായത്തിന്റെ തേട്ടം അവരെ അലോസരപ്പെടുത്തുന്നില്ല. ഹറാമുകളിലേക്ക് കൂട്ടുകാർ വിളിക്കുമ്പോൾ, മീഡിയകൾ വിളിക്കുമ്പോൾ സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ അതിനുതകുന്ന തരത്തിലുള്ള ഹോർമോൺ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് സ്വന്തം ഇച്ഛകളെ കൺട്രോൾ ചെയ്ത് എനിക്ക് എന്റെ പടച്ച റബ്ബാണ് ഏറ്റവും വലുതെന്ന് അതിന് പ്രാധാന്യം കൊടുത്ത് വായുവും വെള്ളവും ജീവനും നൽകി എന്നെ ഞാനാക്കിയ എന്റെ റബ്ബുണ്ട്, അവൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, അവന്റെ മുന്നിൽ എണീറ്റ് നിൽക്കേണ്ടവനാണ് ഞാൻ, അവനാണ് എന്നെ ജനിപ്പിച്ചത്, അവനാണ് എന്നെ ജീവിപ്പിച്ചത്, അവനാണ് എന്നെ നിയന്ത്രിക്കുന്നത്, അവന്റെ അടുക്കലേക്കാണ് മരിച്ചിട്ട് എനിക്ക് ചെന്ന് ചേരാനുള്ളത് എന്ന അടിസ്ഥാന വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് തഖ്വയോടുകൂടെ മുന്നോട്ട് പോകുന്ന ഒരു പറ്റം യുവാക്കൾ അവർ അള്ളാഹുവിന്റെ അർശിന്റെ തണലിലായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ ആയുസ് മുഴുക്കും അള്ളാഹ്ക്ക് വിധേയമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. ഞാൻ മുസ്ലിമാണ്, ഞാൻ ഖുർആൻ ഓതാറുണ്ട്, പക്ഷെ എനിക്ക് തട്ടമിടാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം NSS ക്യാമ്പിൽ നമസ്കരിക്കാൻ അനുവാദം തന്നില്ല എന്നും പറഞ്ഞ് മീഡിയയ്ക്ക് മുന്നിൽ മുഖം കാണിച്ച ഒരു പെൺകുട്ടിയെ നമ്മൾ കാണുകയുണ്ടായി. ആ ക്യാമറക്ക് മുന്നിലെങ്കിലും തോളിൽ കിടക്കുന്ന തന്റെ ഷാൾ എടുത്ത് തലയിൽ നിന്ന് ചുറ്റി മുടിമറക്കാമെന്ന് പോലും അവൾക്ക് തോന്നിയില്ല എന്നതാണ്. ലിബറലായി ചിന്തിക്കുന്ന, എന്തും ധരിക്കുന്ന, എന്തും കഴിക്കുന്ന, എന്തും കുടിക്കുന്ന, ആടാനും പാടാനും തിമിർക്കാനുമുള്ള അവസരങ്ങൾ എവിടെയുണ്ടോ അതിന്റെ ഇടങ്ങൾ തേടിയിറങ്ങുന്ന, പാട്ടും കൂത്തും ധാരാളം ആളുകൾ ഒഴുകി വരുന്ന സദസ്സിനെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ. അതിലേറ്റവും അധികം ആളുകൾ യുവാക്കളും കൗമാരക്കാരുമാണ്. ആ കൗമാരക്കാരുടെ പാരന്റ്സ് യുവാക്കളാണ്. യുവാക്കളായ പാരന്റ്സിന്റെ കൗമാരക്കാരായ മക്കളെ കുറിച്ചാണ് നാം ഇന്ന് ജൻസിയാൽ ഉണ്ടാകുന്ന പല സംഗതികൾ എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാരന്റ്സും കുട്ടികളും ഒരുപോലെ വൈബിന്റെ ലോകത്താണ്. കോസ്മെറ്റിക്സ് ഉപയോഗിച്ച് പരമാവധി തന്റെ സൗന്ദര്യം ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള വ്യഗ്രതയിലാണ് മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള 4ഉം 5ഉം മക്കളുള്ള ഉമ്മമാർ വരെ സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് അഭിമാനത്തോടുകൂടെ ഡൈവേഴ്സ് മീറ്റുകൾ സംഘടിപ്പിച്ച് പലയിടങ്ങളിലൂടെയും യാത്ര പോയി. ഇതാ ഭർത്താവില്ലാത്ത ജീവിതമാണ് വൈബ്, വിവാഹം കഴിക്കാത്ത ലിവിംഗ് ടുഗദറാണ് വൈബ്, ലഹരിയുടെ ലോകമാണ് വൈബ് എന്നും പറഞ്ഞ് സമുദായത്തെ വഴികേടിലേക്ക് നയിക്കാൻ യുവതലമുറ ഇന്ന് മുന്നോട്ട് വന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. പാട്ട് കേട്ടാൽ പാട്ട് മാത്രമല്ല, ഗായകന്റെ ഇന്നറടക്കം കാണേണ്ടി വരുന്ന അവസ്ഥയാണ്. ആണും പെണ്ണും പാട്ട് പാടാൻ സ്റ്റേജിൽ കയറിയാൽ അവരുടെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി ജനങ്ങളെ പാട്ടിനപ്പുറത്ത് മറ്റെന്തൊക്കെയോ ആസ്വദിപ്പിച്ച് തന്റെ ആളുകളെ ഫാൻ ബേസ് വർദ്ധിപ്പിക്കാനുള്ള ഒരു അശ്രാന്ത പരിശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പെണ്ണെ, നിനക്ക് സൗന്ദര്യം കുറവാണ് എന്ന ആ ഒരു ഇൻഫീരിറ്റി കോംപ്ലക്സ് ബോധപൂർവമായി സൃഷ്ടിക്കുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് 1000ഉം 2000ഉം 5000ഉം 10000ഉം വിലയുള്ള കോസ്മെറ്റിക്സ് ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് ഇതാ നിന്റെ കൺതടങ്ങളിലെ കറുപ്പ് മാറ്റാൻ, നിന്റെ മുഖത്തിന് ഗ്ലോ വർദ്ധിപ്പിക്കാൻ, നിന്റെ ശരീരത്തിന് ഷേപ്പ് ഉണ്ടാക്കാൻ എല്ലാറ്റിനുമുള്ള മെറ്റീരിയൽസ് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് 2 ടീമും ഒരുമിച്ച് ഒരു വലിയ മാർക്കറ്റ് തീർക്കാൻ ഇവിടെ അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ കഥയറിയാതെ ആടുകയാണ് മുസ്ലിം സമുദായം. പ്രത്യേകിച്ചും ഇന്ന് ഇവിടുത്തെ കല്യാണ സദസ്സുകൾ ഒന്ന് നോക്കൂ നിങ്ങൾ. നമുക്കെങ്കിലും ശരിയായ ആദർശമുള്ള സലഫിയത്ത് പറയുന്ന, ഈമാനുള്ള സ്വഹാബത്തിന്റെ മാതൃക പിൻപറ്റണമെന്ന് പറയുന്ന നമ്മുടെ കുടുംബങ്ങളിലെങ്കിലും ഇത്തരം അനാചാരങ്ങളില്ലാതെ, ഇത്തരം ആർഭാടങ്ങളില്ലാതെ, ഇത്തരം നാടകങ്ങളില്ലാതെ, ഇവന്റ് മാനേജ്മെന്റ് പറയുന്ന എല്ലാ കോപ്രായങ്ങൾക്കും എല്ലാ കോമാളിത്തരങ്ങൾക്കും നമ്മുടെ കല്യാണ വേദികൾ പോലും വേദിയാകാതെ അതിനെ കൺട്രോൾ ചെയ്യാൻ ഈ ഇരിക്കുന്ന നമുക്കെങ്കിലും പറ്റേണ്ടതുണ്ട്
കല്യാണം എന്ന് പറയുന്നത് തലങ്ങൾ മാറിയിരിക്കുകയാണ്. ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ അതിന് എന്താണ് നമുക്ക് ഡെഫിനിഷൻ നൽകാനുള്ളത്? അത് ആഭാസത്തിന്റെ കേന്ദ്രമാവുകയാണ്. ഒരു അഭിനയത്തിന്റെ, നാട്യത്തിന്റെ, നൃത്തത്തിന്റെ, കാട്ടിക്കൂട്ടലുകളുടെ, എന്തൊക്കെയോ കോമാളിത്തരത്തിന്റെ. നിക്കാഹ് കഴിഞ്ഞാൽ ദീന് പാതി പൂർത്തിയായി എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മഹനീയമായ ഒരു കർമ്മം ലിബറലിസ്റ്റുകളുടെ ആശയം അതിലേക്കും കടത്തിക്കൂട്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ വേഷത്തിലും ലിബറലിസ്റ്റുകൾ ഇടപെട്ടിരിക്കുകയാണ്. നമ്മുടെ ആഘോഷങ്ങളിൽ അവർ ഇടപെട്ടിരിക്കുകയാണ്. നമ്മുടെ കല്യാണ മാമാങ്കങ്ങളിൽ അവർ ഇടപെട്ടിരിക്കുകയാണ്. നമ്മുടെ മുഴുവൻ കാര്യത്തിലും കൾച്ചറുകളിലും അവർ ഇടപെട്ടത് അറിയാതെ അതിന്റെ പിന്നാലെ ഓടുകയാണ്. ആരാണ് നമ്മുടെ മുടി തീരുമാനിക്കുന്നത്? ആരാണ് നമ്മുടെ പാന്റും കുപ്പായവും തീരുമാനിക്കുന്നത്? ആരാണ് നമ്മുടെ ഷൂസ് തീരുമാനിക്കുന്നത്? ആരാണ് നമ്മുടെ പ്രൊഫൈല് തീരുമാനിക്കുന്നത്? നമ്മുടെ കമന്റുകളിലുള്ള ചിഹ്നങ്ങൾ തീരുമാനിക്കുന്നത്? അതിന്റെ സ്ലാങ് തീരുമാനിക്കുന്നത് നമ്മൾ ആരുമല്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച കാലം മറന്നുപോയി. നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കാലഘട്ടം മറന്നുപോയി. എന്താണോ സമുദായത്തിന്റെ ഒഴുക്ക് അതിനനുസരിച്ച് അഭിനയിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കാലഘട്ടം മാറിപ്പോകുമ്പോൾ ഇതാ ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്ന് ആർജവത്തോടുകൂടെ പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന് പരിപൂർണമായി കീഴടങ്ങി പടച്ചറബിന്റെ കൽപ്പനകൾക്ക് വിധേയനായി അല്ലാഹു വിലക്കിയ മുഴുവൻ കാര്യങ്ങളും ഏത് സാഹചര്യത്തിലും തന്റെ ഇടത്തോടെ നിവർന്നു നിന്ന്, ഏത് ക്യാമ്പസിലാകട്ടെ, നാട്ടിലാകട്ടെ, കൂട്ടുകാർക്കിടയിലാകട്ടെ, ആഘോഷ സുദിനത്തിലാകട്ടെ, എവിടെയാകട്ടെ, മരിക്കുവോളം ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് എന്ന ആ ഖുർആനിന്റെ കൽപ്പന നെഞ്ചേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസിയായി നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് യുവാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ആ യുവാക്കൾ പ്രവാചകന്മാരാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നാട്ടിൽ ശിർക്ക് നടമാടിയപ്പോൾ അതിനെതിരെ സംസാരിച്ചു. വിഗ്രഹാരാധനക്കെതിരെ സംസാരിച്ചു. അത് നിരർത്ഥകമാണെന്ന് ബോധ്യപ്പെടുത്താൻ പരിശ്രമിച്ച ആ ഒരു യുവാവിനെ കുറിച്ച് അവർ പറഞ്ഞത് സമിഅനാ ഫതൻ യുഖാലു ലഹു ഇബ്രാഹിം എന്നാണ്. വിഗ്രഹത്തിനെതിരെ സംസാരിക്കുന്ന ഒരു യുവാവ് ഈ നാട്ടിലുണ്ട്. ഇവിടെ ഒരു ജാറമുണ്ടെങ്കിൽ, ഇവിടെ വിദഅത്ത് നടമാടുന്നുണ്ടെങ്കിൽ, ഇവിടെ യുവാക്കൾ കള്ളിന്റെയും പെണ്ണിന്റെയും തോന്നിവാസങ്ങളുടെയും തണ്ടുകളുടെയും പിന്നാലെ കുതിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ധർമ്മബോധമുള്ള, ദീനുള്ള, നമസ്കരിക്കുന്ന, പടച്ചറബേ അല്ലാ എന്ന് വിളിക്കുന്ന നമ്മുടെ മേൽ വലിയൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യത എന്താണ്? മൻ റആ മിൻകും മുൻകറൻ ഫല്യുഗയ്യിറുഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനി ഫഇൻ ലം യസ്തതി ഫബിഖൽബി ദാലിക അദ്അഫുൽ ഈമാൻ. ഇബ്രാഹിം നബി നിർവഹിച്ച ആ ഒരു ദൗത്യം, അവിടെ ഇബ്രാഹിം യുവാവായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. മുഴുവൻ പ്രവാചകന്മാരും യൗവനത്തിന്റെ പൂർത്തീകരണത്തിലാണ് തൗഹീദിന്റെ പ്രബോധനവുമായി ഇറങ്ങിപ്പുറപ്പെട്ടത്. ആ പാത പിന്തുടർന്ന നമ്മുടെ മുൻഗാമികളായിട്ടുള്ള സ്വഹാബത്ത്, ആ സ്വഹാബത്ത് യൗവനത്തിൽ എന്തെടുക്കുകയായിരുന്നു? ഇബ്നു അബ്ബാസ്, അനസ് ഇബ്നു മാലിക്, ഉസാമത്ത് ഇബ്നു സൈദ്, മുസ്അബ് ഇബ്നു ഉമൈർ, തുൽഹത്ത് ഇബ്നു ഉബൈദില്ല, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഇങ്ങനെയുള്ള യുവാക്കളായ ഒരുപറ്റം സ്വഹാബത്തായിരുന്നു പ്രവാചകന്റെ കരുത്തെന്ന് പറയുന്നത്. ദീന് മലീമസമാക്കപ്പെടുമ്പോൾ, ദീന് പരിഹസിക്കപ്പെടുമ്പോൾ, ദീനുള്ളവർ ആക്രമിക്കപ്പെടുമ്പോൾ എണീറ്റ് നിന്ന് ഞങ്ങളുണ്ടിവിടെ എന്ന് പ്രഖ്യാപിച്ചത് ഒരുപറ്റം യുവാക്കളായിരുന്നു. അവർ ഇൽമു പഠിക്കാൻ മുന്നോട്ട് വന്നു. അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ മുന്നോട്ട് വന്നു. കണ്ണു കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഓടി വരികയാണ്. എന്താ അദ്ദേഹം പറയുന്നത്? അല്ലിംനി ബിമാ അല്ലമകല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾക്ക് അല്ലാഹു പഠിപ്പിച്ചു തന്ന കാര്യം ഖുർആൻ എനിക്കും നിങ്ങൾ പഠിപ്പിച്ചു തരൂ എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരാ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുമ്പോ അദ്ദേഹത്തിന്റെ മുതിർന്ന സ്വഹാബത്തിന്റെ കൂടെ ഇരിപ്പിടം കിട്ടിയ ചെറുപ്രായക്കാരനാണ് ഇബ്നു അബ്ബാസ്. മുതിർന്ന ആളുകൾക്ക് പരാതി ഉണ്ടെന്ന് മനസ്സിലായപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? ഖുർആനിൽ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്തിന്റെ തേട്ടം എന്താണ്? എല്ലാവരും പറഞ്ഞു, സഹായം വന്നാൽ, വിജയം വന്നാൽ ഇസ്തിഗ്ഫാർ നടത്തണം, തസ്ബീഹ് നടത്തണം എന്നൊക്കെയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ യുവാവായ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ തേട്ടം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. ഇവിടുന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ ആൻസർ യുവാക്കൾ പറയുമോ, വിദ്യാർത്ഥികൾ പറയുമോ, അല്ല മധ്യവയസ്കർ പറയുമോ, സ്ത്രീകൾ പറയുമോ? ചോദ്യമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടത്തിലെ പണ്ഡിതന്മാരായിരുന്നു അന്നത്തെ യുവാക്കൾ.
ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുമ്പോ ഒരു കംപ്ലൈന്റ്. എന്താ കംപ്ലൈന്റ്? ഞങ്ങളുടെ നാട്ടിൽ ഒരാള് ഖുർആൻ കയ്യിലെടുക്കാതെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ആരാണതെന്ന് ചോദിച്ചപ്പോ ഇബ്നു മസ്ഊദാണ് എന്ന് കേട്ടപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖുർആൻ നോക്കാതെ ഖുർആൻ പഠിപ്പിക്കാൻ ആർക്കെങ്കിലും റൈറ്റ് ഉണ്ടെങ്കിൽ അത് ഇബ്നു മസ്ഊദിനാണ് എന്നാണ്. അത്രയും വലിയ പാണ്ഡിത്യമായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്. സ്വഹാബത്ത് മുഴുവൻ, സ്വഹാബത്തിനെ കുറിച്ച് നമ്മൾ എന്താ പറയാറുള്ളത്? അബർറു ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബൻ അഅ്മഖുഹാ ഇൽമൻ. ഈ ഉമ്മത്തിൽ ഏറ്റവും നല്ല പുണ്യം ചെയ്തവരാണ് സ്വഹാബത്ത്. അഅ്മഖുഹാ ഇൽമ, ഏറ്റവും നല്ല അഗാധ ജ്ഞാനമുള്ളവരാണ് അവർ. സുഹൃത്തുക്കളെ, യൗവനത്തിലെ ആവശ്യങ്ങൾ അവർക്കുമില്ലേ? കുടുംബമില്ലേ? മക്കളില്ലേ? വീട് വേണ്ടേ? പണം വേണ്ടേ? ആസ്തി വേണ്ടേ? സൗകര്യം വേണ്ടേ? സ്റ്റാറ്റസ് വേണ്ടേ? ശാരീരികമായും മാനസികമായും അവർക്ക് വേണ്ട നീഡ്സ് അത് പൂർത്തീകരിക്കണ്ടേ? അവർ അതിന്റെ പിന്നാലെ കുതിക്കുകയായിരുന്നില്ല. ഭക്ഷണം കഴിക്കാതെ മണിക്കൂറുകളോളം ദിവസങ്ങളോളം അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നടന്ന് പട്ടിണി കാരണത്താൽ സൊഫിൽ ബോധം കെട്ട് വീണ വ്യക്തിയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് ഏറ്റവും അധികം ഹദീസുകൾ റിവായത്ത് ചെയ്ത സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഭക്ഷണം കഴിക്കാനില്ലായിരുന്നു, പട്ടിണിയായിരുന്നു, പരിവട്ടമായിരുന്നു, പ്രയാസങ്ങളായിരുന്നു. അഹ്ലുസുഫ, മദീനന്റെ പരിസരത്ത്, മദീന പള്ളിയുടെ ചുറ്റുഭാഗത്ത് മറ്റുള്ളവരുടെ സഹായം നേടി, സഹായം കൊണ്ട് ജീവിച്ചു പോയ ആളുകൾ അവരാരാണ്? ഖുർആൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ, ദീൻ പഠിക്കാൻ മാറി നിന്ന ഒരുപറ്റം യുവാക്കളാണവർ. യുദ്ധത്തിലും മറ്റു കാര്യങ്ങളിലും സ്വഹാബത്ത് പോകുമ്പോഴും ഈ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി അഗാധ പാണ്ഡിത്യം നേടാൻ വേണ്ടി മാറി നിന്ന ഒരുപറ്റം യുവാക്കൾ. ഇന്നെവിടെയാണ് യുവാക്കൾ? ദീനി മജ്ലിസിൽ അവരുണ്ടോ? പഠിക്കാൻ അവർ തയ്യാറാകുന്നുണ്ടോ? യാത്രയിൽ നമുക്ക് കേൾക്കാം, പീസ് റേഡിയോയിൽ ധാരാളം കോഴ്സുകളുണ്ട്. ഗൾഫിൽ തിരക്ക് പിടിച്ച് ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ് നമ്മുടെ അന്നൂർ ഖുർആൻ പ്രോഗ്രാമിന്റെ കഴിഞ്ഞ മൊഡ്യൂളിലെ ഫസ്റ്റ് റാങ്ക്. ഗൾഫിലൊരു ഡോക്ടർ, അദ്ദേഹം യാത്രയിലാണ് ഖുർആൻ പഠിക്കുന്നത്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറയുന്നത് പോലെ അറിവിനോടൊരു താല്പര്യം, ഒരു ഇഷ്ടം, ഒരു മഹബത്ത്, പഠിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഒരാൾ ബിസ്മി ചൊല്ലി ഇറങ്ങിയാൽ അല്ലാഹ് അയാൾക്ക് അറിവ് കൊടുക്കും. ആഗ്രഹം വേണം, പ്രാർത്ഥന വേണം, കഠിനാധ്വാനം വേണം. വെറും ആഗ്രഹം കൊണ്ട് പാണ്ഡിത്യം കിട്ടുമെങ്കിൽ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഭൂമിക്ക് മീതെ ജാഹിലുകൾ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, യൗവനം നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ സെറ്റിൽമെന്റ് മാത്രം നടക്കേണ്ടതല്ല, നമ്മുടെ അറിവിന്റെ പരിപോഷണത്തിന്റെ, അത് വർദ്ധിപ്പിക്കേണ്ടതിന്റെ സമയമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ദീനിന്റെ ആ ഒരു പ്രാവർത്തികമാക്കേണ്ട സമയം കൂടെയാണ്. നമ്മൾ കുറെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം നമ്മുടെ ജീവിതത്തിലുണ്ട്? സമയമില്ല, തിരക്കാണ്, ജോലിയാണ്, ഏർപ്പാടാണ്, വീടുപണിയാണ്. ഇതൊക്കെയാണ് ആൾക്കാർ പറയാ. കുട്ടിയില്ലാത്ത സമയത്ത് പ്രാർത്ഥിക്കണേ 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 എന്ന് പറഞ്ഞ ആൾക്കാര് കുട്ടിയാകുമ്പോ ക്ലാസ്സിന് വരുന്നില്ല, പിന്നെ അവർ പഠിക്കുന്നില്ല, പിന്നെ അവർ കാരണം പറയുന്നത് കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി വേണ്ടില്ലായിരുന്നു. സഹോദരന്മാരെ, സാഹചര്യങ്ങൾ ഉണ്ടാകും, ഒരുപാട് തിരക്കുകൾ ഉണ്ടാകും. എല്ലാം ഒത്തിണങ്ങി വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളല്ല, മറിച്ച് സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ നമ്മൾ നടത്തുന്ന പരിശ്രമങ്ങളാണ് പടച്ചോൻ ആവശ്യം. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ്, അദ്ദേഹം യുവാവാണ്. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? ഒരു രാത്രി കൊണ്ട് ഖുർആൻ മുഴുവൻ ഓതി തീർക്കുമായിരുന്നു. ഒരു രാത്രി ഖുർആൻ ഫുള്ള് ഓതി നിസ്കരിക്കുക അദ്ദേഹത്തിന്റെ ശീലമാണ്. സ്വഹാബത്ത് ഈ വിവരം നബിയോട് പറഞ്ഞു. റസൂൽ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, താങ്കൾ ഒരു മാസം കൊണ്ടേ ഓതി തീർക്കാവൂ എന്ന്. ഇവിടെ ഒരു മാസം കൊണ്ട് ഓതാൻ പറ്റിയെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തോട് നബി പറഞ്ഞു, ഒരു മാസം എടുത്തിട്ട് ഓതാവൂ. അദ്ദേഹം പറഞ്ഞെന്താ നിങ്ങള്? അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഖുവ്വത്തും എന്റെ യൗവനവും ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. അല്ലേ? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളിയാണ് ഇവിടെ. എന്ത് സ്വാതന്ത്ര്യം? യഥേഷ്ടം സ്വതന്ത്ര ലൈംഗികതയ്ക്ക് വേണ്ടി തോന്നിയ പോലെ ജീവിക്കാൻ, അവന്റെ ഇഷ്ടം, അവന്റെ സുഖം, അവന്റെ പ്ലഷർ, അവന്റെ ഹോപ്പ്, അല്ലെ, അവന്റെ ലൈഫ്,
മൈ ബോഡി മൈ ചോയ്സ്, അതിലാരും ഇടപെടണ്ട. എന്റെ യൗവനം എനിക്ക് അടിച്ചു പൊളിക്കാനുള്ളതാണ്, ഞാൻ കുടിക്കും, ഞാൻ രസിക്കും, ഞാൻ രമിക്കും, അവസാനം ഞാൻ ചത്തുപോയാൽ നിങ്ങൾക്ക് എന്താണ് എന്ന് ചോദിക്കുന്നവരോട് മുസൽമാന്റെ മാതൃക സ്വഹാബത്താണ്. നിങ്ങൾ അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. ആ സ്വഹാബത്ത് യൗവനം എങ്ങനെയാ പാഴാക്കിയത്? എവിടെയെങ്കിലും ചാടിയിട്ട് കുടിച്ചിട്ട് കളിച്ചിട്ട് ഉറക്കമൊഴിച്ച് തോന്നിയാസം കണ്ടിട്ട് അല്ല, ഉറക്കമൊഴിച്ച് ദീന് പഠിച്ച് ഖുർആൻ ഓതി നമസ്കരിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഒരു ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ് സ്വർഗത്തിന് വേണ്ടി. അതാ ഖുർആൻ പറഞ്ഞത്, മനുഷ്യരിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അവർ സ്വന്തത്തെ സ്വർഗത്തിന് വേണ്ടി വിറ്റവരാണ്. സ്വന്തത്തെ സ്വർഗത്തിന് വേണ്ടി വിറ്റു. അവരുടെ ആഗ്രഹങ്ങൾ അവർ മാറ്റിവെച്ചു, അവരുടെ സുഖങ്ങൾ അവർ മാറ്റിവെച്ചു. മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോ വയറ് നിറച്ച ഭക്ഷണമില്ല, വാഹനമില്ല, വഴിയറിയില്ല, ഒന്നും അറിയില്ല. നീണ്ട 400 ചില്ലാനം കിലോമീറ്ററുകൾ കറുകറുത്ത ചരൽക്കല്ലുകൾ വാരി വിതറിയിട്ട മദീനയുടെ മലമടക്കുകൾ താണ്ടിക്കടന്ന് സ്വഹാബത്ത് ഒറ്റയും തെറ്റയുമായിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോ വീടിനെ കുറിച്ചുള്ള ബോധം, മക്കളെ കുറിച്ചുള്ള ബോധം, മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള ആലോചന, ആശങ്കകൾ അവർ അലട്ടിയിട്ടില്ല. ഏതെങ്കിലും നിയമങ്ങൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭീതി, നമുക്കുണ്ടാകുന്ന ആശങ്ക തെല്ലും അവരെ ആരെയും ബാധിച്ചിട്ടില്ല. കാരണം എന്താ? അവർ സ്വർഗത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കപ്പെട്ടവരായിട്ടാണ് അവരെ മാറ്റിയത്. ഇന്നുണ്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെ, ഇന്നുണ്ട്. കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കി പള്ളിക്ക് സ്ഥലമെടുത്ത് സ്വന്തം ചെലവിൽ പള്ളി ഉണ്ടാക്കി ആ പള്ളിയിലെ ജീവനക്കാർക്കൊക്കെ സ്വന്തമായിട്ട് ശമ്പളം കൊടുത്തു പോരുന്ന മനുഷ്യന്മാരുണ്ട്. അവരെന്താ പറയുന്നറിയോ? ഹിദായത്ത് കിട്ടാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു ഉസ്താദെ, ഹിദായത്ത് കിട്ടിയപ്പോ പിന്നെ തീരുമാനിച്ച് ഇഞ്ഞ് മരിക്കോളം സ്വർഗത്തിന് വേണ്ടി ചെയ്യാൻ അങ്ങനെ അങ്ങോട്ട് ഉയിഞ്ഞു വെച്ച മനുഷ്യന്മാര് ഇപ്പോഴും ഉണ്ട്. സാധിക്കാത്തതൊന്നും പടച്ചോൻ പറയില്ല, ഹലാലായതൊന്നും നമ്മൾ മാറ്റിവെക്കുകയും വേണ്ട. പക്ഷേ ഹലാലായ കാര്യങ്ങളുടെ പിന്നാലെ കെട്ടിമറിയാനും നമുക്ക് പാടില്ല. നമുക്ക് ഏറ്റവും പ്രാധാന്യം പരലോകമാണ്. അതിന് പറ്റിയ അറിവിനെ പരിപോഷിപ്പിക്കാൻ നമ്മൾ ഇറങ്ങി പുറപ്പെടണം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ സ്വഹാബത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതുപോലെ ഒരു ആയത്തെടുത്താൽ അത് മനഃപ്പാഠമാക്കും. അതിലുള്ള വിശ്വാസം, അതിലുള്ള കർമ്മം, അതിലുള്ള സ്വഭാവം, അതിൽ പാലിക്കേണ്ടത് എന്താണോ അത് ഞങ്ങൾ പാലിക്കും. എന്നിട്ട് രണ്ടാമത്തെ ആയത്തെടുക്കും. അങ്ങനെയാണ് ഇന്ന് നബിദിനാഘോഷം സ്വഹാബത്ത് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തിന് സ്വഹാബത്ത് ചെയ്യണം, അതിന്റെ ആവശ്യം എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാര് ആരാ സ്വഹാബത്ത് എന്ന് പഠിക്കാത്തോണ്ടാണ്. ഒരായത്തിറങ്ങിയാൽ അത് മനഃപ്പാഠമാക്കി അത് നെഞ്ചേറ്റിയവരാണ് സ്വഹാബത്ത്. മനസ്സിലായില്ലേ? ആ ഒരു മാർഗം പിൻപറ്റി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമ്പോൾ സഹോദരന്മാരെ ഇതൊക്കെ ധന്യമാകും. നമുക്ക് കിട്ടിയ ഈ വലിയ നിഅമത്ത് ധന്യമാകും. പടച്ചറബ് ചോദിക്കുമ്പോ നമുക്ക് ധൈര്യസമേതം മറുപടി പറയാൻ പറ്റും. മാത്രവുമല്ല, നല്ല കാലം അള്ളാന്റെ ദീനിന് വേണ്ടി മാറ്റിവെച്ചാൽ നമുക്ക് കഴിയാത്ത കാലത്ത് സമാധാനിക്കാം. നാം അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥാപനങ്ങൾ, നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ള ഇസ്ലാമിന്റെ വളർച്ചകൾ, അത് കണ്ണിറയെ കണ്ട് സമാധാനത്തോടെ കണ്ണടച്ച് മരിച്ചു പോകാൻ പറ്റുന്ന രീതിക്ക് നമ്മുടെ യൗവനത്തെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ കഴിവിനെ, നമ്മുടെ അറിവിനെ, നാം ആർജിച്ചെടുത്ത സ്കില്ലിനെ ഈ ദീനിന്റെ വഴിയിൽ, ഈ ദീനിന്റെ ദഅവത്തിൽ, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലേക്ക് നാം തിരിച്ചുവിട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ യൗവനത്തെയും ധന്യമാക്കാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്. ബഹുമാന്യനായ മുജാഹിദ് വളരെ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ വഴിമാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് സാലിഹായ അമലായി നമ്മിൽ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് 25-ാം തീയതി, ജനുവരി 25-ാം തീയതി പിന്നെ തിരൂർ മണ്ഡലം മുജാഹിദ് സമ്മേളനം BP അങ്ങാടിയിൽ വെച്ച് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ BP അങ്ങാടിയിൽ 17-ാം തീയതി ഒരു അയൽക്കൂട്ടം, യാസർ മദനി പകരയുടെ ഒരു അയൽക്കൂട്ടം ക്ലാസ് നടക്കുന്നുണ്ട്. വിവിധങ്ങളായിട്ടുള്ള ദഅവാ പ്രവർത്തനങ്ങൾ നടക്കാനിരിക്കുന്നു. നമ്മുടെ തൊട്ട് സമീപത്താണ് ഇൻഷാ അല്ലാഹ് അടുത്ത നാളെയും മറ്റന്നാളും പ്രൊഫൈസ് നടക്കാനിരിക്കുന്നത്. അതിന്റെ പിന്നണി പ്രവർത്തനങ്ങളിലെല്ലാം നമ്മൾ ഉണ്ടായിരിക്കണം. പ്രൊഫഷണൽസിനെ എല്ലാവരെയും ഫാമിലി സഹിതം അവിടെ എത്തിക്കാൻ നമ്മൾ എല്ലാവരും പരമാവധി പരിശ്രമിക്കണം. ദീനി ദഅവാ രംഗത്ത് നമ്മളാൽ കഴിയുന്ന എല്ലാ തരത്തിലുമുള്ള സേവനങ്ങളും ചെയ്ത് ഈ ലോകത്തിൽ നിന്ന് സന്തോഷത്തോടെ വിട പറയാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.